വയനാട് പേരിയ ഊരച്ചേരി സ്വദേശി ഹാഷിം 2023 ഫെബ്രുവരിയിലാണ് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ വെരിക്കോസ് വെയിനിന്റെ സർജറിക്ക് വിധേയനായത്. പെയിൻ കില്ലർ തന്നിട്ടും വേദനയ്ക്ക് ഒരു ശമനമില്ല. എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയെല്ലാം അപ്പുറമായി. തീക്കണലിൽ ചവിട്ടുമ്പോഴത്തെ വേദന വന്നു. അപ്പോൾ ഞാൻ സർജറി ഡോക്ടറെ വിളിച്ചു വരുത്താൻ വേണ്ടി പറഞ്ഞു. സർജറി ഡോക്ടർ വന്നില്ല. പെയിൻ കില്ലർ മാറി മാറി തന്നുകൊണ്ടിരുന്നു. എന്നാലും വേദന ഒട്ടും കുറഞ്ഞില്ല. അവസാനം ഒരു രക്ഷയില്ലാണ്ടായപ്പോൾ ഞാൻ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എന്നെ മാറ്റാൻ വേണ്ടി പറഞ്ഞു. അതിനവർ സമ്മതിച്ചില്ല. കാല് മുറിച്ചു മാറ്റണമെന്ന് ആദ്യം പറഞ്ഞുവെങ്കിലും പിന്നീട് പരീക്ഷണമെന്ന നിലയ്ക്ക് കാൽ മുറിച്ചു മാറ്റാതെ ഇടത്തെ കാലിൽ നിന്ന് ഞരമ്പെടുത്ത് വലത്തെ കാലിലേക്ക് തുന്നിച്ചേർത്ത് നോക്കി. 12ഓളം സർജറികളിലൂടെ പരീക്ഷണം വിജയിച്ചുവെങ്കിലും കാലിന്റെ ചലനശേഷി തിരിച്ചു കിട്ടിയില്ല. അവരൊരു പരീക്ഷണാർത്ഥം എന്താക്കി, എന്റെ ഇടത്തെ കാലിന് ഞരമ്പെടുത്ത് ജോയിന്റ് ഇപ്പുറത്തെ കാലിലേക്ക് തുന്നിച്ചേർത്ത് ജോയിന്റ് അടിച്ച് ഒരു പരീക്ഷണം നടത്തി നോക്കി. അത്ഭുതകരമായി എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർമാർ വിശേഷിപ്പിച്ചതിന്റെ മായാജാലം സംഭവിച്ചെന്നാണ് പറഞ്ഞത്. അങ്ങനെ ബ്ലഡ് അതിന്റെ പൾസ് 94 എത്തി. പക്ഷെ അതിനുശേഷം 10-12 സർജറിയോളം ചെയ്തായിരുന്നു. സർജറിക്ക് മുമ്പ് ഹാഷിം എഴുതിയ PSUയുടെ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡർ പരീക്ഷയിൽ 17ാം റാങ്ക് ഉണ്ടായിരുന്നു. സംവരണ മാനദണ്ഡത്തിൽ 5ാമത്തെ ആളായി ജോലിയിൽ പ്രവേശിക്കുമായിരുന്നു. പ്രായമേറെ ചെന്ന ഉപ്പായും ഉമ്മയും ഭാര്യയും 2 മക്കളും അടങ്ങുന്ന കുടുംബമാണ് ഹാഷിമിന്റേത്. കാലം നഷ്ടപ്പെട്ട് 6 അംഗ കുടുംബത്തിനെ പോറ്റി വളർത്തുന്ന ഞാൻ കൂലിപ്പണി എടുത്തിട്ടാണ് 6 അംഗ കുടുംബത്തിനെ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഈ 2-2.5 വർഷമായിട്ട് എനിക്ക് ഒരു 100 രൂപന്റെ പണി പോലും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി എനിക്ക് മരിക്കുന്നവരെ ഒരു കൂലിപ്പണി എടുക്കാൻ പറ്റൂല. അപ്പോൾ കാലവും നഷ്ടപ്പെട്ട് എന്റെ കുടുംബമെങ്കിലും പോറ്റാതിരിക്കാൻ പറ്റില്ല. മറ്റൊരു വരുമാനവും ഇല്ല. +2 പാസ്സായ തനിക്ക് ജോലിയെങ്കിലും നൽകുമോ എന്ന് ചോദിച്ചാണ് ഹാഷിം ഇപ്പോൾ ഓഫീസുകൾ കയറിയിറങ്ങുന്നത്. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള പരാതിയിലാകട്ടെ ഡോക്ടർമാരെ സംരക്ഷിക്കാനാണ് ബന്ധപ്പെട്ടവർക്കെല്ലാം താൽപര്യമെന്ന് ഹാഷിം പറയുന്നു. സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ പിഴവ് കാരണം ജീവിതം വഴിമുട്ടിയൊരു യുവാവാണിത്. അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് തനിക്കൊരു ജോലിയെങ്കിലും നേടിത്തരണമെന്നാണ് ഈ യുവാവിന്റെ ആവശ്യം. അടിയന്തരമായി ഇടപെടുമെന്ന് തന്നെയാണ് കരുതുന്നത്. ക്യാമറ പേഴ്സൺ ബബീഷ് കൊക്കോടിക്കൊപ്പം ഫൈസൽ നെടുമ്പാല, മീഡിയ 1.